അമ്മേ, അമ്മയെങ്കിലും ഒന്ന് ഫോൺ എടുക്ക്. അല്ലെങ്കിൽ അപ്പച്ചെങ്കിലും ഒന്ന് ഫോൺ എടുക്ക്. നിന്റെ കയ്യിലെന്താ കുരുവോ? പോയി ഫോൺ എടുക്കടാ. എന്റെ കയ്യിൽ കുരുവും തേങ്ങൊന്നുമില്ല. മാറിക്കണേ കൊണ്ട്. ഓ, സെക്രട്ടറിയാ? അയ്യോ, ഹലോ. എന്ത്? നമ്മൾ കേസ് ജയിച്ചു. വിദ്യമോളെ, നമ്മൾ കേസ് ജയിച്ചു. അമ്മേ, നമ്മൾ കേസ് ജയിച്ചു. അച്ഛന്റെ വിജയവാർത്ത കേൾക്കാൻ ഞങ്ങൾ കൃത്യസമയത്ത് എത്തിയല്ലോ, അല്ലേ അമ്മേ? അതെ, കൃത്യസമയത്ത് എത്തിയെന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. വന്ദന വലതുകാലി വെച്ച് വീടിനകത്തേക്ക് കയറിയപ്പോഴാ കേസ് വിജയിച്ചു എന്ന് ജിതേന്ദ്രൻ പറഞ്ഞത്. ആ സ്വാമിജി വന്ദനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയും ചെയ്തു. മനസ്സിൽ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നവളാണ് ഇവൾ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ജയിച്ചതിന്റെ സർവ്വ ക്രെഡിറ്റും വന്ദന കൊണ്ടുപോകും. അത് വേണ്ട. അച്ഛൻ കേസ് ജയിച്ചത് വന്ദനയുടെ ഭാഗ്യം കൊണ്ടൊന്നുമല്ല, അപ്പച്ചിയുടെ ഭാഗ്യം കൊണ്ടാ. അപ്പച്ചി ഈ വീട്ടിൽ വന്നതിന്റെ ഐശ്വര്യം കൊണ്ടാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എനിക്കിപ്പോ ഭാഗ്യരാശികളെല്ലാം മുഖത്തോട് മുഖം നോക്കുന്ന സമയാ. വെറുതെ വീമ്പിളക്കാതെ നാഥൂനെ. ഈ കേസ് തോക്കുന്നെങ്കിൽ അതിന് കാരണക്കാരി വന്ദനയാണെന്ന് നാത്തും പല തവണ പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ജയിച്ചതിന്റെ ക്രെഡിറ്റും വന്ദനയ്ക്ക് തന്നെ അവകാശപ്പെട്ടതല്ലേ? നാവടക്കടി. നേരത്തെ അതെ, എന്റെ കേസ് ജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ചേച്ചിക്കോ വന്ദനയ്ക്കോ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്റെ പരാജയ വാർത്ത കേട്ടിട്ട് പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്ന കുറെ എംബോക്കികളുണ്ട്. അവനെയൊക്കെ വിളിച്ച് 2 പറയട്ടെ ഞാൻ. മോനെ, വന്ദന വരുന്നതുവരെ അച്ഛൻ തോറ്റുപോകുന്നുള്ള പല്ലവി മാത്രമേ ഇവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ജയിച്ചെന്ന് കേൾക്കാൻ വന്ദന വലതുകാല് വെച്ച് ഇവിടെ കയറേണ്ടി വന്നു. ഇവളൊരു ഭാഗ്യരാശി ഉള്ളവള് തന്നെയാടാ. താങ്ക് യു. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. സോറി, ഞാൻ പാർട്ടിക്കാരെയൊക്കെ വിളിച്ച് ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കട്ടെ.
ദിയ മോളെ മോളെ വാ വാ മോളെ. ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ച് കുറച്ച് ലഡു ഓർഡർ ചെയ്യാം. ആ അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ക്രെഡിറ്റ് മുഴുവൻ ആ മൂദേവി അടിച്ചെടുത്ത് കളഞ്ഞല്ലോടി. നമുക്കതൊക്കെ പൊളിച്ചെടുക്കാം അപ്പച്ചി, വിഷമിക്കാതെ. എന്താ മോളെ? അച്ഛനെന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചങ്ങനെ ഇരിക്കുക. ചിലപ്പോ സങ്കടം കൂടും, ചിലപ്പോ മനസ്സിന്റെ ഭാരം ഇറങ്ങിപ്പോകും. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോള് പറ. ഞാനിപ്പോ ഇത് പറയുന്നത് തന്നെ ശരിയാണോന്ന് എനിക്ക് അറിയില്ല അച്ഛ. ഈ കാര്യം അച്ഛനും ഞാനും മാത്രമേ അറിയാവൂ. മറ്റാരോടെ ഇത് പറയരുത്. ഇല്ല, മോള് കാര്യം പറ. അച്ഛനില്ലാതെ വളർന്നവളാ ഞാൻ. ഇവിടെ വന്ന് കയറിയപ്പോഴാ ഒരച്ഛന്റെ സ്നേഹം ഞാൻ അറിയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാ അത് അച്ഛനാണെന്ന് ഞാൻ പറയൂ. മോളെ, നിന്നെ ഞാനും ചന്ദ്രുവും മരുമോളായിട്ടല്ല കണ്ടിട്ടുള്ളത്, ഞങ്ങൾക്ക് ജനിച്ച മോളായിട്ടാ. എന്റെ 4ാമത്തെ മോളാ നീ. അച്ഛൻ മോളെന്താ പറയാൻ വന്നത്? ഓട്ടോയുടെ പണം തിരികെ കൊടുക്കണ്ടേ? അച്ഛന്റെ ഓട്ടോ കത്തിപ്പോയില്ലേ? അത് കത്തിച്ചതാരാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല മോളെ. അത് കത്തിച്ചതാരാണെന്ന് എനിക്കറിയാം. മോളെ. അതെ അച്ഛ, അത് കത്തിച്ചയാളെ എനിക്കറിയാം. ആരാ? ആ ഓട്ടോ കത്തിച്ചത് എന്റെ ഭർത്താവ്. അതെ, അച്ഛന്റെ മകൻ പ്രകാശേട്ടൻ. അതെ അച്ഛൻ, സത്യം ഞാൻ പറഞ്ഞത്. മോളെ, ഓട്ടോ കത്തിച്ചത് എന്റെ മോൻ പ്രകാശാണെന്നോ? അതെ അച്ഛ, പ്രകാശേട്ടൻ അത് ചെയ്തത്. ഞാനത് വിശ്വസിക്കത്തില്ല. എന്റെ ആകെയുള്ള വരുമാനം ഇല്ലാതാക്കുമ്പോ അവനെന്ത് കിട്ടാനാ? ഒരിക്കലും അവനത് ചെയ്യില്ല. അച്ഛൻ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ സത്യത്തിന് അച്ഛന്റെ ഉള്ളിലെ തീ കെടുത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ആ തീ ആളി കത്തുകയുള്ളൂ. എന്നാലും ഈ സത്യം അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പ്രകാശേട്ടൻ ചെയ്ത അപ്പോഴും പാപത്തിന്റെ ഫലം ഞാനും എന്റെ മോനും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കുറ്റബോധം. അച്ഛൻ ഒരിക്കലും ഇതിനെ ചൊല്ലി പ്രകാശേട്ടനോട് വഴക്കിടരുത്. അങ്ങനെ ചെയ്ത എന്റെ കുടുംബജീവിതം തകർന്നു പോവച്ച.
ഇങ്ങനെയുള്ളൊരു മനുഷ്യനോടൊത്ത് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, അച്ഛനും അമ്മയ്ക്ക് വിട്ടുപോവാൻ കഴിയാത്തത് കൊണ്ട്. മോളെ ഇല്ല മോളെ, എൻ്റെ ഉള്ളില് ഒരു വലിയ കനലാഴിയാ ഉള്ളത്. അതിലും അപ്പുറം ചുട്ടുപൊള്ളിക്കാൻ ഇനി ഒരു സങ്കട കനലിനും സാധിക്കില്ല. നീ എനിക്ക് മരുമകളായിട്ട് വന്നു കയറിയ പുണ്യമാണ്. എന്ത്? അച്ഛൻ ആരോഗ്യം പോർന്നോ? എന്നാരാ പറഞ്ഞത്? അഴിമതി കേസ് ജയിച്ചതോടെ അച്ഛൻ ഒരു ജീവൻ കൂടി വെച്ചിരിക്കുക. ഇനി ഒരു രംഗത്തിന് ബാല്യമുണ്ടെന്നേ. എന്ത് ചെലവിയാണെന്നോ? ആ ശരി, നമുക്ക് നോക്കാം. ആ സമയമുണ്ടല്ലോ. ഇല്ലെന്നേ. പിന്നെ പാർട്ടിക്കകത്ത് അച്ഛൻ്റെ വക ഒരു സൽക്കാരം ഉണ്ടാവും. നമുക്കേ എൻ്റെ വക ഒരു ട്രീറ്റ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ജഗ, എത്ര അടക്കാനാവാത്ത സന്തോഷായാലും ചുറ്റുപാടും പരിസരമൊക്കെ ഒന്ന് നോക്കണം. സ്വയം നിയന്ത്രിക്കാൻ വേണം. ഇതിപ്പോ പല ആവർത്തിയായി. ഓ, അത് അത് ഇനിയും മാറിയില്ലേ? ഞാൻ സോറി പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഇനിയും പറയാം. സോറി സോറി സോറി. അങ്കിൾ എന്തിനാ വന്ദനമ്മയോട് സോറി പറയുന്നേ? അത് മോളെ, ഇതിനാണ് സോറി പറഞ്ഞത്. ഓ, ഇപ്പൊ മനസ്സിലായി. ജഗൻ അങ്കിള് വന്ദനമ്മ ഉമ്മ വച്ചതിനാ സോറി പറഞ്ഞത് അല്ലേ? ഞാൻ വന്ദനമ്മ എത്രയോ പ്രാവശ്യം ഉമ്മ വച്ചിരിക്കുന്നു.
രാജാക്കൻ അങ്കിളിന് ഞാൻ ഉമ്മ വന്നിട്ടുണ്ട്. അങ്കിൾ എനിക്ക് ഉമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് ആരും എന്നോട് സോറി പറഞ്ഞില്ലല്ലോ. ഒന്ന് പോടി അവിടുന്ന്. അങ്കിള് വന്ദനമ്മയ്ക്ക് വേണമെങ്കിൽ ദിയമോൾക്കും വേണം. ദിയമോൾക്കും പറ. വന്ദനമ്മ എന്താ താത്താ? കുങ്കുമനിറ സൂര്യൻ ചന്ദനവേലാലെ അയ്യേ ചമ്മിപ്പോയേ. ആ ഓട്ടോ കത്തിച്ചത് എന്റെ ഭർത്താവ്, അച്ഛന്റെ മകൻ പ്രകാശേട്ടൻ. എന്താ മാധവേട്ട ഇത്? ഇതൊന്നും ശീലമുള്ളതല്ലോ. ആകെ പുകഞ്ഞിരിക്കുകയാണല്ലോ. എന്റെ പുക കാണാൻ കൊതിച്ചൊരു മകനുണ്ട് ഇവിടെ. ഒരു കാലത്ത് എന്റെ സ്വപ്നമായിരുന്നു അവൻ. ഇപ്പോ എന്റെ സ്വപ്നങ്ങൾ കെടുത്തുന്നതും അവനാ. മാധവേട്ട എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല. വലിച്ചു കയറ്റിയത് മതി. കനല് കെട്ടിട്ടില്ല എന്റെ മനസ്സുപോലെ. മാധവേട്ട, സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് തളർത്താന്നല്ലാതെ മറ്റെന്തു പ്രയോജനമുള്ളത്? തലയിലും താഴത്തും വെക്കാതെ കൊണ്ടു നടന്നതല്ലേ, എന്നിട്ടും ഈ ചതി. മാധവേട്ട, ഒരു ഓട്ടോറിക്ഷയോട് ഇത്ര ആത്മബന്ധമൊന്നും പാടില്ല. ഇരുമ്പും റബ്ബറും കൊണ്ടുണ്ടാക്കിയത് ചതിക്കില്ല. മാധവേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഓട്ടോ കത്തിപ്പോയില്ലേ?
ഇനി നമുക്ക് അടുത്ത മാർഗം നോക്കാം. മാധവേട്ടൻ ഇങ്ങനെ തളർന്നു പോയാ ഈ വീട്ടിൽ എല്ലാവരും തളരും. പോട്ടെ മാധവേട്ട, മറക്കാനുള്ളത് മറക്കണം. മറക്കാൻ പറ്റാത്തതോ? വേണ്ട മാധവേട്ട, തളരരുത്. നമ്മൾ ഒറ്റയ്ക്കല്ല, 5 മക്കളുണ്ട് നമുക്ക്. ആരെങ്കിലുമൊക്കെ നമുക്ക് താങ്ങായിട്ടുണ്ടാവും. ആ, വന്ദനയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വന്ദന എത്തിയല്ലോ. നിനക്ക് 100 ആയുസ. ഇന്നിവിടെ വരുന്ന അച്ഛന്റെ അതിഥികൾക്കുള്ള ഭക്ഷണം നിന്നെ കൊണ്ട് പാചകം ചെയ്യിച്ചാ പോരെ എന്ന ചർച്ചയായി ഇവിടെ നടക്കുന്നത്.